നമസ്കാരം. ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കൊത്തു ചപ്പാത്തിയാണ്. നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ കൊത്തു പൊറോട്ട വാങ്ങി കഴിക്കാറുണ്ടല്ലോ, അതുപോലെ ചപ്പാത്തി ഉണ്ട്. നമുക്ക് ലെഫ്റ്റ് ഓവർ ചപ്പാത്തി ഉണ്ട്. ഒരു കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് ഒത്തിരി സോസുകളൊന്നും ചേർക്കാതെ വളരെ ലളിതമായ രീതിയിലുള്ളൊരു കൊത്തു ചപ്പാത്തിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 6 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ചപ്പാത്തിയാണ്. ഇപ്പോൾ രാവിലെയോ വൈകിട്ടൊക്കെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന ചപ്പാത്തി കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു 6 ചപ്പാത്തി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നീളത്തിലൊന്ന് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായും അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസ് സവാള, 3 ടൊമാറ്റോ. ഞാൻ ചെറിയ ടൊമാറ്റോ ആയതുകൊണ്ട് 3 എണ്ണം എടുത്തിരിക്കുന്നു. വലുതാണെങ്കിൽ 2 എണ്ണം മതി. 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. നമുക്ക് ഈ ചപ്പാത്തി ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് ശേഷം പിന്നെ ചെറിയ കഷ്ണങ്ങളായി ഒന്ന് അരിഞ്ഞെടുക്കണം. സവാള അരിഞ്ഞെടുക്കണം, ടൊമാറ്റോയും അരിഞ്ഞെടുക്കണം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കുകയും വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചപ്പാത്തി ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് ആദ്യം ഒന്ന് നീളത്തിൽ അരിഞ്ഞ ശേഷം പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിങ്ങനെ നീളത്തിൽ തന്നെ കിടക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നീളത്തിൽ തന്നെ ഇടാവുന്നതാണ്. അധികം കട്ടിയുള്ളതൊന്നും അല്ലല്ലോ, കനം കുറഞ്ഞാണല്ലേ ചപ്പാത്തി, അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിലും ഇടാം. പക്ഷെ ഞാൻ ഇതുപോലെ ഒന്നാക്കിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വീണ്ടും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. ഒരു 2 പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഞാനൊന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പെട്ടെന്നൊന്ന് അത് ചതച്ചെടുക്കുന്നതിലേക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ ഇവിടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. മുട്ട ഞാനൊരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മുട്ട ആദ്യം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിലേക്ക് നമുക്ക് ആദ്യം മുട്ടയിലൊന്ന് കുരുമുളക് ഉപ്പുമൊക്കെ ചേർത്ത് കൊടുക്കണം. ഇത് പച്ചമുളക് ഇഞ്ചിയൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിരിക്കുകയാണ്. ആദ്യം നമുക്ക് ആ മുട്ടയൊന്ന് ശരിയാക്കി എടുക്കാം. ഞാനിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം കുരുമുളകും ഉപ്പും കൂടെ ചേർത്തതാണ്. അത് ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ മുട്ട നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം മുട്ടയൊന്ന് സ്ക്രാമ്പിൾ നമുക്കൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. അതാണ് ഞാനിപ്പോൾ ആദ്യം ചെയ്യുന്നത്. ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആ മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട ആദ്യമേ നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തയ്യാറാക്കാനായിട്ട് എളുപ്പമാണ്. നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണമല്ലോ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ വലിയ കഷ്ണങ്ങളായിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ ഒരു സൈസിലാക്കി എടുത്തുകൊള്ളുക. ഞാൻ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കൊത്തു ചപ്പാത്തി തയ്യാറാക്കി തുടങ്ങാം. ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണം മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർത്ത് നല്ലവണ്ണം ഒന്ന് 3-4 മിനിറ്റോളം ഒന്ന് വഴറ്റണം. എന്നുവെച്ചാൽ നമുക്ക് ആ ടൊമാറ്റോ ഒന്ന് വെന്തുടഞ്ഞ് വരണം. ഒത്തിരി അങ്ങ് ഇതാവണ്ട, എന്നാലും വെന്തൊന്ന് ഉടയണം. ഇതുപോലെ ഒന്നായി കിട്ടണം. ഇനി നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ചിക്കൻ ഉള്ളവർക്ക് ഇതിലേക്ക് ചിക്കനും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ആ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചിക്കൻ ടേസ്റ്റ് മേക്കർ ഉണ്ടല്ലോ, മാഗിയുടെ ഒരു പാക്കറ്റ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചൊന്ന് നമുക്ക് ഗ്രേവി പോലെ ഒന്ന് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്പം വെള്ളമയം കൂടെ വേണം നമ്മൾ ചപ്പാത്തി ചേർക്കുമ്പോഴേ. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാൻ ഈ ഒരു പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് കലക്കി വയ്ക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളം മതിയാകും. ബാക്കിയെല്ലാം ഇടയ്ക്ക് ഇത് അവസാനമാണ് നമുക്ക് ചേർക്കേണ്ടത്. ഇതിപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഇവിടെയൊക്കെ റെഡിയായി കഴിഞ്ഞു. നല്ലവണ്ണം വെന്ത് നല്ലവണ്ണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒത്തിരി വെന്തുടയേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ വേണം സവാള വേണ്ടത്. നമ്മൾ കൊത്തു പൊറോട്ട വാങ്ങിക്കുമ്പോൾ കിട്ടുന്നില്ലേ, അതുപോലെ ഒന്ന് വേണം. അപ്പം
ഒത്തിരി അങ്ങ് വെന്തുടയേണ്ട, എന്നാൽ പക്ഷേ വേവുകയും വേണം. സവാള നല്ല ഒരു 3/4 ഭാഗത്തോളം ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മുടെ സവാളയ്ക്കും ടൊമാറ്റോയ്ക്കൊക്കെ ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ചപ്പാത്തിയിൽ ഉപ്പുണ്ട്, പിന്നെ ആ ടേസ്റ്റ് മേക്കർ ഞാൻ ചേർക്കുന്നില്ല, അതിലും അല്പം ഉപ്പുള്ളതാണ്. അതുകൊണ്ട് അത് കണക്കാക്കി വേണം നമ്മുടെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ എല്ലാം പാകത്തിന് നല്ലവണ്ണം വഴന്നു വന്നിട്ടുണ്ട്. ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടേസ്റ്റ് മേക്കർ കലക്കി വെച്ചിരുന്നില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ അല്പം ഒട്ടും ഗ്രേവി ഇല്ലാത്ത രീതിയിലല്ലേ ഇരിക്കും. നമുക്കൊരല്പം കൂടെ ഒരു നനവ് വേണം. എങ്കിൽ നമുക്ക് ചപ്പാത്തി ചേർക്കുമ്പോൾ, ചപ്പാത്തി മുട്ടയൊക്കെ കൂടെ ചേർക്കുമ്പോഴേ ഒരല്പം നനവ് കൂടെ വേണമെങ്കിൽ നമുക്കത് അതിലേക്ക് നല്ലവണ്ണം ഒന്ന് പിടിച്ച് കിട്ടത്തുള്ളൂ. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത്. ചിക്കൻ സ്റ്റോക്ക് ഉള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം ആ മുട്ട ചേർത്ത് കൊടുക്കാം. ഇപ്പം നാടൻ മുട്ടയല്ല, മറ്റേ മുട്ട ആയതുകൊണ്ടാണ് ഒരു വെളുത്ത നിറം മുട്ടയ്ക്ക്. നാടൻ മുട്ടയുള്ളവർ അത് ചേർത്ത് കൊടുക്കുക, കുറച്ചുകൂടെ ആരോഗ്യപ്രദമാണ്. ഇനി നമുക്ക് ആ ചപ്പാത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരുന്ന ആ ചപ്പാത്തി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിൽ വേണമെന്നുള്ളവർക്ക് നീളത്തിൽ അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കണം. ഒരു 2-3 മിനിറ്റോളം ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക. എല്ലാ ഭാഗത്തും ആ മുട്ടയുടെയും മസാലയുടെയൊക്കെ ടേസ്റ്റും ഒക്കെ കിട്ടണം. ആ രീതിക്ക് ചപ്പാത്തി നല്ലവണ്ണം ഒന്ന് നനഞ്ഞ് വരണം. ആ രീതിക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക. ഞാനിപ്പോൾ ഒരു തവി കൊണ്ട് തന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചെറിയ വലിയ മുട്ട കഷ്ണങ്ങളുണ്ടെങ്കിൽ ചെറുതാക്കി എടുക്കാനും പറ്റും. ഒന്ന് കൊത്തി കൊടുക്കുക. നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന കണ്ടിട്ടില്ലേ, നമ്മളൊന്ന് ഇങ്ങനെ അവർ തവി വെച്ചിട്ട് ഇങ്ങനെ കൊത്തു പൊറോട്ട തയ്യാറാക്കുന്നത്. അതുപോലെ ഒന്നും അത്രയും വരത്തില്ലെങ്കിലും നമുക്ക് ഒരുവിധമൊക്കെ ഒന്ന് തവിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നാക്കി എടുക്കാൻ പറ്റും. അവസാനമായിട്ട് ഞാനൊരല്പം കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അടച്ച് വെച്ചൊരു 1 മിനിറ്റ് 1-2 മിനിറ്റോളം ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് നല്ലവണ്ണം ചപ്പാത്തിയിലേക്ക് ആ മസാലയൊക്കെ നല്ലവണ്ണം ഒന്ന് പിടിച്ച് കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊള്ളുക. അവസാനമായിട്ട് നമുക്കൊരല്പം പെപ്പർ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കുരുമുളകും ഉപ്പും കൂടെ പൊടിച്ചതാണ്. ഞാൻ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണ്ടാന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ എരിവ് കിട്ടും. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ആണല്ലോ കുരുമുളക് പൊടിക്ക്. നല്ലവണ്ണം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകാതെയും ഒത്തിരി ഡ്രൈ ആവാതെയും നല്ലൊരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൊത്തു ചപ്പാത്തി. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്ന അതേ രീതിയിലും അതേ സ്വാദുമാണ്. ചപ്പാത്തി ആണെന്നുള്ളതേ ഉള്ളൂ, നമ്മൾ ഗോതമ്പ് മാവ് ആണെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആരോഗ്യപ്രദമാണല്ലോ. എന്തായാലും മൈദമാവിനേക്കാളും വളരെ നല്ലതാണ് ചപ്പാത്തി കൊണ്ട് തയ്യാറാക്കുന്ന ഈ കൊത്തു ചപ്പാത്തി. അപ്പോൾ നിങ്ങളും ഇത് നമുക്ക് രാത്രിയിലത്തെ ഭക്ഷണത്തിനോ രാവിലത്തെ ഭക്ഷണത്തിനോ ഒക്കെ, അല്ലെങ്കിൽ വൈകിട്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ആരോഗ്യപ്രദമായ ഈ കൊത്തു ചപ്പാത്തി നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക. എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം.